ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് 3 ഫ്ലേവർ വെച്ചിട്ടാണ്: വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹാൻഡ് വിസ്ക് യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം 1 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കപ്പ് മൈദയാണ്. അപ്പം മൈദയും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 3 ബൗളുകൾ എടുക്കാം. ഇതിലേക്ക് ഈ കേക്കിൻ്റെ മിക്സ് കുറച്ചായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യത്തെ ബൗളിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ ബൗളിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പിന് പകരം കൊക്കോ പൗഡർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ ബൗളിലേക്ക് ഞാൻ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസ് ചേർത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ട്രേ എടുക്കാം. ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് മിക്സ് ചേർത്ത കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്ട്രോബെറി എസൻസ് ചേർത്ത കേക്ക് മിക്സായി ഇങ്ങനെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് മിക്സ് തീരുന്നത് വരെ ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാനിലോട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗവും ഒന്ന് വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കേക്ക് നല്ല ബേക്കായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണിത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.